കൊല്ലം കോർപ്പറേഷനിൽ UDF SDPI അവിശുദ്ധ കൂട്ടുകെട്ട്. ലീഗിനെ വെട്ടിയൊരുക്കി UDFന് പിന്തുണയുമായി SDPI. സംസ്ഥാന ജില്ലാ നേതാക്കൾ UDF മേയർ സ്ഥാനാർത്ഥി AK ഹഫീസിനെ കണ്ടാണ് പിന്തുണ അറിയിച്ചത്. ഇന്നലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഇന്ന് വൈകിട്ട് AK ഹഫീസിന് നൽകുന്ന പൗരസ്വീകരണത്തിലും പങ്കെടുക്കും. വിവരമായി M മനോജ് ചേരുകയാണ്. മനോജ്, UDF സ്ഥാനാർത്ഥിക്ക് പൂർണ്ണമായ പിന്തുണയുമായി SDPI എത്തിയിരിക്കുന്നു. വർഗീയ ശക്തികളോട് കൂട്ടില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട UDF ഇതാ ആ അവിശുദ്ധ ബന്ധം മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് കൊല്ലം കോർപ്പറേഷനിലെ ഒരു വർഗീയ മുന്നണി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം UDFന് പിന്തുണ അറിയിച്ചിരിക്കുന്നത് SDPI ആണ്. അത്തരത്തിലൊരു വർഗീയ സംഘടന ഇപ്പോൾ UDFൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള AK ഹഫീസിൻ്റെ വീട്ടിലെത്തി പിന്തുണ അറിയിച്ചിരിക്കുന്നു. ജില്ലാ സംസ്ഥാന നേതാക്കളടക്കമാണ് വീട്ടിലെത്തി പിന്തുണ അറിയിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചാത്തിനാകുളം ഡിവിഷനിലെ സീറ്റ് SDPIക്കാണ്. കഴിഞ്ഞ തവണയും അങ്ങനെ SDPI വിജയിച്ചിരുന്നു. ഈ ഒരു പിന്തുണ കൂടെ UDFന് ലഭിക്കുകയാണ്. UDFന് ഇത്തവണ കൊല്ലം കോർപ്പറേഷനിൽ വിജയം കൈവരിക്കാനായി ഇടതുഭരണത്തിന് കാൽനൂറ്റാണ്ടായുള്ള ഇടതുഭരണത്തിന് പിന്നീട് അങ്ങോട്ട് മുന്നേറാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവർക്ക് വലിയ സീറ്റ് നഷ്ടമുണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് SDPI പോലുള്ള ഒരു സംഘടന UDFനെ പിന്തുണയ്ക്കുവാൻ എത്തുന്നത്. പരസ്യമായി പലതവണ മറ്റ് വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും രഹസ്യമായുള്ള കൂടിക്കാഴ്ചകൾ ഇപ്പോൾ പരസ്യമാവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും AK ഹഫീസിനെ നേരിട്ടെത്തി പിന്തുണ അറിയിച്ചിരിക്കുന്നു. മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തങ്ങളുടെ എല്ലാ വിധ പിന്തുണയും അതോടൊപ്പം തന്നെ തങ്ങളുടെ ഡിവിഷൻ കൗൺസിലറുടെ അടക്കം പിന്തുണ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിലൂടെ മനസ്സിലാകുന്നത് ഇനി അങ്ങോട്ട് UDFനൊപ്പം SDPIയും കൂടെ കൊല്ലം കോർപ്പറേഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. വൈകിട്ട് നടക്കുന്ന ഈ പൗരസ്വീകരണത്തിൽ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് പങ്കെടുക്കുകയാണ്. ഇവിടെ വീട്ടിലെത്തിയ ഹഫീസിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. പക്ഷേ ഒരു പൗരസ്വീകരണത്തിൽ SDPI നേതാവ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പങ്കെടുക്കുമ്പോൾ അത് UDF SDPI സഖ്യം അത് കൂടുതൽ വെളിച്ചത്തിലേക്ക് വരികയല്ലേ? UDF നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ സഖ്യം എന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുകയാണല്ലേ? തീർച്ചയായും. അതായത് സംസ്ഥാന തലത്തിൽ തന്നെ അത്തരമൊരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ നൽകാൻ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഇന്ന് നടക്കുന്ന AK ഹഫീസിൻ്റെ ഈ പൗരസ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു പരിപാടിയിലാണ് SDPIയുടെ നേതാക്കളും പങ്കെടുക്കുന്നത്. അതിൽ തന്നെ വ്യക്തമാണ് SDPIയും ഈ UDFിലേക്ക് എത്തുന്നു എന്നുള്ളത്. അതായത് SDPIയുടെ പിന്തുണയോടെയാണ് UDF പലയിടത്തും വിജയിച്ചതെന്നടക്കമുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എത്രയൊക്കെ തന്നെ തങ്ങൾ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് രഹസ്യമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൊല്ലത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ളൊരു ഭീഷണി ഉയരുന്നുണ്ട്. കാരണം SDPIക്ക് വളരുവാൻ വേണ്ട സംവിധാനങ്ങൾ അത് UDF അത് കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നുവോ എന്നുള്ള സംശയം തന്നെയാണ് എല്ലാവർക്കുമുള്ളത്. അങ്ങനെ വളരുകയാണെങ്കിൽ അത് UDFനെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ SDPIയുടെ നേതാക്കളടക്കം വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഇനിയുള്ള മുന്നോട്ട് പോക്കിൽ അത് കൃത്യമായും SDPIയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് UDFനുള്ളിൽ. അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാനാവുന്നത്. അതായത് ഈ ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ്. ഈ നടുവിൽ നിൽക്കുന്നത് AK ഹഫീസാണ്, അതായത് UDFൻ്റെ മേയർ സ്ഥാനാർത്ഥി. മറ്റ് SDPIയുടെ നേതാക്കളടക്കം വീട്ടിലെത്തി പിന്തുണ അറിയിക്കുമ്പോൾ അത് ചിത്രം പകർത്തി പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് അടക്കം പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു കൂട്ടുകെട്ടാണ് എന്നുള്ളത് കൃത്യമായും അത് ജനങ്ങൾക്കിടയിലേക്ക് ആ ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ SDPI മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം SDPIക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാൻ കോൺഗ്രസ് അടക്കം തയ്യാറാവുന്നു എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള മതസംഘടനകളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വർഗീയ സംഘടനകളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് UDFൻ്റെ തീരുമാനം. അത് സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക്
കാണാൻ സാധിക്കുന്നത്. ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിലൊരു സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം അത് SDPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ച അത് വെറുതെ അല്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിലും UDFൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ SDP ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കൊല്ലത്തെ UDFിന്റെ മേയർ സ്ഥാനാർത്ഥിക്കാണ് പരസ്യ പിന്തുണയുമായി SDPI നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. UDF നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച, ഈ പിന്തുണ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മനോജാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.